2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് പരിഷ്കരണം പ്രതിഷേധം ശക്തമാവുന്നു. പുതിയ സർക്കുലറിനെതിരെ യൂത്ത് കോൺഗ്രസ് സൂപ്രണ്ടിന് നിവേദനം നൽകി. ഡോക്ടറെ കാണാൻ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് സ്പെഷ്യലൈറ്റ് ചെയ്ത ഡോക്ടറെ റെഫർ ചെയ്യുമ്പോൾ വീണ്ടും OP ടിക്കറ്റ് എടുക്കുന്ന ഒരു സർക്കുലർ RMO പുറപ്പെടുവിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന അതിസാധാരണക്കാരായുള്ള ആളുകൾ, രോഗികൾ 2 തവണ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് ബുദ്ധിമുട്ടുന്ന സാഹചര്യം യൂത്ത് കോൺഗ്രസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഹോസ്പിറ്റൽ അധികൃതരുമായി സംസാരിച്ച് യൂത്ത് കോൺഗ്രസ് ഒരു നിവേദനം അടിയന്തരമായി ആ സർക്കുലർ പിൻവലിക്കണമെന്നുള്ള നിവേദനം യൂത്ത് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. അവരത് പഠിച്ച് വേണ്ട രീതിയിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കാം എന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം ഈ OP ടിക്കറ്റ് ഒരു രോഗി തന്നെ ഒരു ഡോക്ടറെ കണ്ട് വീണ്ടും സ്പെഷ്യലൈറ്റ് ചെയ്തുള്ള ഡോക്ടറെ കാണാൻ വീണ്ടും OP ടിക്കറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിന്ന് കഴിഞ്ഞാൽ അത് യൂത്ത് കോൺഗ്രസ് സമരപരിപാടികളുമായിക്കൊണ്ട് മുന്നോട്ട്. സാധാരണക്കാരായ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ കൂടുതൽ സൌകര്യമൊരുക്കണമെന്നും നീണ്ട ക്യൂവിൽ നിന്ന് 2 തവണ OP ടിക്കറ്റ് എടുക്കുന്നത് രോഗികളേറെ പ്രയാസത്തിലാക്കുമെന്നും സർക്കുലർ ഉടൻ പിൻവലിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സർക്കുലർ പിൻവലിക്കാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഫ് TMS, പർവീസ് ചന്തക്കുന്ന്, റിഷാദ് പോത്തുകൽ, ഷാലു മൂത്തേടം, VP ഫർഹാൻ, മൻസൂർ പാടിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.